നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി മന്ത്രിമാരുടെ സംഘം വയനാട്ടിലെത്തി. സൈന്യവും രംഗത്ത്. തൃശൂർ നഗരപരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. വിയൂർ, പെരിങ്ങാവ്, കുറുപ്പാൾ, ചാഴിപ്പാലം തോടുകൾ കരകവിഞ്ഞു. പെരിങ്ങാവ്, കുണ്ടുപാറ, കുറ്റുമുക്ക് തുടങ്ങിയ മേഖലകളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കാഞ്ചേരി നഗരം വെള്ളത്തിൽ മുങ്ങി. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപവും കുറാഞ്ചേരി ബൈപ്പാസിലും മണ്ണിടിച്ച്. കനത്ത മഴയിൽ ചേലക്കര മേഖലയിൽ വെള്ളം കയറി. ചേലക്കര പഴയന്നൂർ ടൗണുകളിലെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ചേലക്കര പുതുപ്പാലം നിറഞ്ഞൊഴുകി. ചേലക്കര ടൗണിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി മേഖലയിൽ വീടുകളിലും റോഡിലും വെള്ളം കയറി. പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം വീടുകളിൽ വെള്ളം കയറി. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 7.72 മീറ്ററായി ഉയർന്നു. വാൽപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. അതിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ഗതാഗതം നിലച്ചു. വെള്ളാഞ്ചിറ, ചാലക്കുടി റെയിൽവേ അടിപ്പാത, അന്നനാട്, ചാത്തൻചാൽ എന്നിവിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിലെ ഡാമുകളിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പീച്ചി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 145 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. വാഴാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതം തുറന്നു. പൂമല, പത്താഴക്കുണ്ട്, അസുരൻകുണ്ട് ഡാമും പെരിങ്ങൽകുത്ത് ഡാമിലും ഷട്ടറുകൾ തുറന്ന നിലയിലാണ്. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിൽ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. എരുമപ്പെട്ടി, നെല്ലുവായി, പഴവൂർ, തയ്യൂർ, കോട്ടപ്പുറം, വെള്ളറക്കാട്, പാത്രാമംഗലം, പുല്ലേന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറി. നെല്ലുവായിൽ 10 വീടുകളിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായതിനെ തുടർന്ന് 4 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. ഗുരുവായൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ്, ഷൊർണൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി, കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ കന്യാകുമാരി, പരശുറാം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഷൊർണൂർ വരെ മാത്രമാണ് സർവീസ് നടത്തുക. ശക്തമായ മഴയിൽ പുതുക്കാട് മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി വേലുപാടത്ത് വീടുകളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്തും കുരിയടി പാലത്തിന് സമീപത്തും റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ചാവക്കാട് ഏനമാവ് റോഡ് ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് വെള്ളക്കെട്ടിലായി. തെക്കഞ്ചേരി, വഞ്ചിക്കടവ്, പുന്ന, തെക്കഞ്ചേരി, തെക്കൻ പാലയൂർ, തിരുവത്ര, എടക്കഴിയൂർ, കറുകമാട്, വട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. കുന്നംകുളം കുറുക്കൻപാറയിൽ കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് കാർ ഇടിച്ചുകയറിയ അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കരിങ്കൽ ശില്പങ്ങൾ തകർന്നു. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുന്നംകുളം മണ്ഡലത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന കമ്മിറ്റി തൃശൂർ എലൈറ്റ് എൻക്ലവേഴ്സ് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് C സുജിത്ത അധ്യക്ഷത വഹിച്ചു. ഉപഭോക്തൃ ജില്ലാ കമ്മീഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ 55-ാം ഡിവിഷനിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ MP ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഈ വർഷം ജൂൺ മാസം വരെ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സ്നേഹസംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. കോടാലി GLP സ്കൂളിൽ ഗണിത ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. PTA വൈസ് പ്രസിഡന്റ് ഷാജു കൊഴുവേലി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. കുറുക്കൻപാറയിൽ നിർമ്മിക്കുന്ന കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് ഓഗസ്റ്റ് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും.
കർഷക സംഘം കുന്നംകുളം ഏരിയ കൺവെൻഷൻ കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് കാളാനി 1-ാം വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാവറട്ടി മരുതിയൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് വോട്ടെടുപ്പ് നടന്നത്. UDF-ലെ ഷജിന സന്തോഷ്, LDF-ലെ ബബിത സുരേഷ്, BJP-ലെ സരിത രാജീവ്, SDPI-ലെ ഷാമില ഹബീബ് എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ TKS പുരത്ത് മധ്യവയസ്കനെ കെട്ടിട വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. TKS പുരം സ്വദേശി പത്താഴപ്പറമ്പിൽ വീട്ടിൽ 57 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. ദുരന്ത പ്രദേശങ്ങളിലേക്ക് കാഴ്ചകൾ കാണാനായി പോകരുതെന്ന മുന്നറിയിപ്പുമായി പോലീസ്. കാഴ്ചക്കാരായി എത്തുന്നവർ മൂലം രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസ് മുന്നറിയിപ്പ്. മണലിപ്പുഴ കരകവിഞ്ഞു. ഇതേ തുടർന്ന് പാലേക്കര ടോൾ സമാന്തര പാതയടച്ചു. കലൂ VLP സ്കൂളിലെ ക്യാമ്പിലേക്ക് 11 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെന്മണിക്കര പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നു. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ റെഡ് അലർട്ട്. തൃശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. തൃശൂർ ജില്ലയിൽ നാളെ യെല്ലോ അലർട്ടാണ്. അടുത്ത 4 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഭരതൻ സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 26-ാം ഓർമ്മദിനം ആചരിച്ചു. തൃശൂർ ചിത്ര സൗദ് മാറ്റ് ഗാലറിയിൽ സുഹൃത്ത് സംഘം സംഘടിപ്പിച്ച ഭരതൻ സ്മൃതി ദിനാചരണം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കീഴ്പുള്ളിക്കരയിൽ നടന്ന വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് 2 വരെ നീട്ടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിലാണ് റേഷൻ വിതരണം നീട്ടിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം. പൊതുപരിപാടികളും ആഘോഷ പരിപാടികളും മാറ്റി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദുഃഖാചരണം. കനത്ത മഴയെ തുടർന്ന് കൊടകര പഞ്ചായത്തിലെ കാവിൽപ്പാടത്തെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മണലൂർ പഞ്ചായത്തിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. വിവിധ വാർഡുകളിലെ വീടുകളാണ് വെള്ളക്കെട്ടിലായത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത ചൂണ്ടലിൽ റോഡിൽ വെള്ളം നിറഞ്ഞു. തൃശൂർ കുന്നംകുളം റൂട്ടിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പരന്തരപ്പള്ളി ചിമ്മിനി ഡാം റോഡിൽ ഗതാഗതം നിലച്ചു. കുട്ടോലിപ്പാടം നിറഞ്ഞ റോഡിൽ വെള്ളം ഉയർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.